പടമാണ്. പടം ഉറപ്പാണ്. കോസ്റ്റ്യൂമിൽ വന്ന അശ്വന്ത് പോക്കറ്റ് എന്ന് രാജകീയ ദിവസമായിരിക്കും. സൂര്യയെ പോലുള്ള ഇത്രയും വിറ്റടിക്കുന്ന നടൻ. സൂര്യയുടെ പടം വെച്ച് നോക്കുമ്പോൾ ഇതൊരു കംബാക്ക് തന്നെയാണ്. പക്ഷെ ഒരു കാർത്തിക് സുബ്രാജ് പടം കണ്ടിറങ്ങിയ ആ ഒരു ഫീല് കിട്ടിയില്ല എൻ്റെ പ്രശ്നമായിരിക്കും. എനിക്ക് ഇമോഷണലി കണക്ട് ആയില്ല. ഒരു ചിരിയുടെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു കഥയാണ്. സൂര്യ നന്നായിട്ടുണ്ട്. ജോജു അടിപൊളിയായിരുന്നു. ജയറാമേട്ടൻ നല്ല രസമുണ്ടായിരുന്നു. കോമഡി ക്യാരക്ടറായിരുന്നു. പക്ഷെ നമ്മുടെ ജയറാമേട്ടൻ നമുക്ക് അവിടെ പോയി അങ്ങനെ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുവാണെങ്കിൽ ചെറിയ വിഷമമുണ്ട്. ജോജുവിൻ്റെ ക്യാരക്ടേഴ്സായിരുന്നു. സൂര്യ വൺ ടൈം വാച്ച്. ജോജു മൊത്തത്തിൽ ജോജു ആൻഡ് സൂര്യ കോമ്പിനേഷൻ സീൻസ് നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് നൈസായിരുന്നു. ജയറാമേട്ടൻ്റെ നൈസാണ്. കുറച്ചൊരു കോമഡി ആയിട്ടുള്ളതാണ്. ബട്ട് ഒരു പ്രോമിനൻറ്റ് റോൾ എന്ന് പറഞ്ഞാൽ ജോലിൻ്റെയാണ്. സൂര്യ എന്താ ചെയ്യുന്നത്? ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളാം. എന്തായാലും സൂര്യ ഫാൻസിന് സെലിബ്രിറ്റി ആളുണ്ട്. വൺ ടൈം വാച്ച് ആ ഒരു ഫീൽ അല്ലാതെ പടത്തിലിപ്പോൾ ഒരു കാർത്തിക് സുബ്രാജ് പടം എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഫീൽ പടത്തിൽ തരാൻ പറ്റിയിട്ടില്ല. കാരണം പല സീനുകളിലും ഇവർ ഈ കഥ പറയുന്നതും അവതരിപ്പിക്കുന്നതും വളരെ സീരിയസ് ആയിട്ടാണോ അല്ല സ്പൂഫായിട്ടാണോ നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ്. അപ്പോൾ ക്ലൈമാക്സ് എന്താണ് പോസ്റ്റ് ക്രെഡിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സീനിലൂടെ അവരത് ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അത് അവിടെ ഒരു പാളിപ്പോയ പരീക്ഷണം എന്ന് വേണമെങ്കിലും പറയാം. കാർത്തിക് സുബ്രാജിൻ്റെ അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിൻ്റെ ഒരു നല്ല ഫാനാണ്. എല്ലാ സിനിമകളും ജിഗർത്തണ്ട പോലുള്ള സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പേര് കാണുന്നത്, അല്ലെങ്കിൽ പേട്ട ഒക്കെ അപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ ആ ഒരു ആഗ്രഹം തോന്നുന്നത്. സൂര്യ ഫാൻ മാത്രമല്ലല്ലോ ഈ സിനിമ കാണാൻ. ഫാൻസിന് സൂര്യ വേറെ വേറെ ഗെറ്റപ്പിൽ കാണാമെന്നല്ലാതെ പടത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്ക ഒന്നുമില്ല. പിന്നെ മലയാളി ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു. അപ്പോൾ ജോജു ആണെങ്കിലും ജയറാം ഒരു കോമിക്കലായിട്ടുള്ള റോളാണ്. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്ത പറഞ്ഞ റോൾ അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നിയത്. പിന്നെ ജോജുവും സൂര്യയും തമ്മിലുള്ള സീനുകളായിരുന്നു പടത്തിൻ്റെ ശരിക്കും പറഞ്ഞ ലൈഫ്. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷേ അതിൽ നിന്ന് കഥ മാറിപ്പോയിട്ട് ഇവരൊരു വേറൊരു പാരലൽ വേൾഡിലേക്ക് ഇത് പഠിച്ചെടുമ്പോൾ നമുക്ക് ശരിക്കും കഥയിൽ നിന്ന് പ്രേക്ഷകനും അകന്നു പോകുന്ന പോലെയാണ് ആ ഒരു ഫീല് തോന്നിയത്. പിന്നെ സ്നേഹത്തിന് വേണ്ടിയുള്ള ആ ഒരു അങ്ങനെ ഒരു അതിന് ചിലപ്പോൾ കമ്പേ പോലുള്ള ആ കൊച്ചിനെ പോലുള്ള ഇതിലൊരു ലവർ, അങ്ങനെയുള്ള ചില സീനുകൾ നമുക്ക് തീരെ കൺവിൻസിങ് ആവാത്ത രീതിയിൽ വന്നു. അപ്പോൾ മൊത്തത്തിലൊക്കെ ഒരു ആവറേജ് ഫീൽ വരുന്ന സൂര്യയുടെ ഫാൻസിന് കണ്ടിരിക്കാവുന്ന രീതിയിൽ സൂര്യയുടെ വിവിധ ഗെറ്റപ്പുകൾ വന്നിരിക്കുന്ന ഒരു സിനിമയായിട്ട് വരാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിരുന്നു. സന്തോഷ് നാരായണൻ്റെ അത് പല സീനുകളും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി പോകാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിനെ എലിവേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. പിന്നെ ടെക്നിക്കൽ സൈഡൊക്കെ ബ്രില്യൻ്റ് ആണ്. പക്ഷേ സ്റ്റോറി ടെല്ലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നിരാശ. ജയ്ഭീം പോലുള്ള ഇവിടുത്തെ സാധാരണ വർഗത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്ന ഒരു നായകനാണ്. സൂര്യയിലൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടെന്നേ. അദ്ദേഹവും ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നു. ഇതെന്താ ഒരു നിലവാരമില്ലാതെ നമുക്കൊരു ഒരു മിനിറ്റ് ഒരു ഇൻ്റർവൽ പഞ്ചിലോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ഏതൊരു ഊരെടുത്ത് നമ്മൾ പിടിച്ചിരുത്താൻ ഒരു പ്രേക്ഷകന് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് നടനാണ് അദ്ദേഹം? ഇത് പണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നത്. കോടിക്കണക്കിന് കിട്ടുമെന്ന് പറഞ്ഞാണ്. ഇത് ഒരു നടനുണ്ട് ഈ കഴിഞ്ഞ ഒരു 47 വർഷം കൊണ്ട് മലയാളത്തിലെ മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രി പിടിച്ചു കൊടുക്കുന്നുണ്ട്. തുടരുമെന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് മൂവിയിൽ അഭിനയിച്ചിട്ടിരിക്കുന്നത്. അവരൊക്കെ വീണ്ടും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരൊക്കെ നമ്മളെ മനസ്സിൽ ഇടം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു നടൻ അവർ നമുക്കൊന്നും തന്നിട്ടല്ല. നമ്മളൊരു ആരാധന എന്നൊരു സംഭവമുണ്ട്, പ്രേക്ഷകന് എപ്പോഴും കൊടുക്കേണ്ടതില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ സിനിമയെ സ്നേഹിച്ചുകൊണ്ട് സിനിമകൾ ചെയ്യണം. കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതുപോലെ കഥകൾ തിരഞ്ഞെടുക്കണം. ഈ കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിനൊക്കെ എന്ത് സിനിമയിൽ തിരഞ്ഞെടുക്കണം? ഒരു സീനും അടുത്ത സീനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. കഥയായിട്ടൊരു ബന്ധവുമില്ല. പടം ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് പടമായിട്ട് വെച്ചേക്കുന്നത്? ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കും പടം കുറച്ചുകൂടെ ബെറ്റർ ആവുന്നില്ല. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പം ഫസ്റ്റ് ഹാഫിലേക്കാട്ടും ഇതിലേക്ക് സെക്കൻഡ് ഹാഫ് പോകണം. അപ്പോൾ ഇത്രയും ഇങ്ങനെ മോശം സിനിമയൊന്നും എടുക്കാൻ പാടില്ല. സൂര്യയൊക്കെ നമുക്ക് ഇന്ത്യയുടെ തന്നെ അഭിമാനമുള്ള നടനാണ്. തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും മൂല്യമുള്ള നടനാണ്. അദ്ദേഹമൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മലയാളത്തിലും ജയറാമേട്ടൻ, അതിന് എനിക്ക് ഏറ്റവും വിഷമമുള്ളത് മലയാളിയായിട്ടുള്ള ജയറാമേട്ടൻ ഇത്രയും ഇങ്ങനെ കോമാളി വേഷം കിട്ടാൻ വേണ്ടി പോയിട്ടുള്ള ഓസിലർ പോലുള്ള സിനിമ ചെയ്തിട്ട് അദ്ദേഹത്തിനൊരു കംബാക്കുള്ളൊരു അവസരമായിരുന്നു. എന്തിനാ ഇങ്ങനെ ഇദ്ദേഹം പണത്തിന് വേണ്ടിയാണ് തമിഴ് ഇൻഡസ്ട്രി പോയി ഇങ്ങനെ കോമാളി വേഷം കിട്ടുന്നത്? മലയാള ഇൻഡസ്ട്രിയിൽ മലയാളികളുടെ സ്വന്തം കുടുംബതാരമായിട്ടുള്ള ജയറാമേട്ടനാണ്. അദ്ദേഹം ഒന്നും ഇങ്ങനെയുള്ള മോശം സിനിമകളിൽ പോയി അഭിനയിക്കരുത്. ഇനിയെങ്കിലും അദ്ദേഹം പഠിക്കണം. അദ്ദേഹത്തിന് ഇനി അവസരമുണ്ട്. നല്ല സിനിമകൾ ചെയ്യുക. മമ്മൂക്ക, ലാലേട്ടൻ പോലെ ഒരു ഏറ്റവും നിലവാരമുള്ള ഒരു നടനാണ് ജയറാമേട്ടനൊക്കെ ഇങ്ങനെയുള്ള സിനിമകളിൽ പോയി അഭിനയിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പണത്തിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. ഇവർ എത്രയോ പണം ഉണ്ടാക്കി. ഇനി എന്തിനാണ് അവർക്ക് പണം? ഇനിയും നമ്മളെ പ്രേക്ഷകനെ ഇഷ്ടപ്പെടുത്തി ഇവർക്ക് വീണ്ടും അവസരമുണ്ട്. കോടിക്കണക്കിൻ്റെ ഉണ്ടാക്കി സിനിമയിൽ നിന്ന് നമ്മളെപ്പോലുള്ള സാധാരണ പണിക്കാരുടെ കാശുകൊണ്ട് നേടിയതല്ല ഈ പണങ്ങളെല്ലാം. അപ്പോൾ അവരോടൊരു തൃപ്തി, അവർക്കൊരു സംതൃപ്തി ഉണ്ടാക്കി കൊടുക്കേണ്ട ഇവർ. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പറഞ്ഞാൽ 2000 രൂപ ചിലവാണ്. കാരണം ഒരു ദിവസം പണിക്കാശ്, പെട്രോൾ കാശ്, വണ്ടിക്കാശ് ഇതെല്ലാം ചിലവായി. ഫുഡെല്ലാം കഴിയുമ്പോൾ 2000 രൂപ.
ഈ 2000 രൂപയുടെ ഒരു പ്രതിബദ്ധത ഇവർ കാണിക്കേണ്ട ഉത്തരവാദിത്തമായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് സൂര്യ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള ഒരു നടനാണ്. അദ്ദേഹം ഒന്നിങ്ങനെ അഭിനയിക്കാൻ പാടില്ല, വളരെ വിഷമമുണ്ട്. സിനിമ ഇത് ഇട്ടടിക്കാൻ സാധ്യതയില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമല്ല, ഇതിന്ന് അശ്വന്ത് ഗോക്കിൻ്റെ ചാകര ദിവസം തന്നെയായിരിക്കും. പിന്നെ കഥ മാറ്റിയെടുത്ത് മേക്കിംഗ് ഒക്കെ വളരെ ബോറാണ്. കങ്കോ നമ്മൾ കണ്ടില്ലേ, കങ്കോ പോലെ തന്നെ മേക്കിംഗ് വളരെ ബോറാണ്. ഷോട്ടുകൾ വളരെ ബോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. BGM വളരെ ബോറാണ്. അപ്പോൾ അത് മാത്രമല്ല, ടൂൾസുകൾ എടുത്തേക്കുന്നത് ടൂൾസുകൾ നമുക്ക് കൃത്യമായിട്ട് ഡെമ്മികളാണ് വരുന്നത്. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്ത് പെർഫോമൻസാണ് കൂട്ടുകാരെ. കഥയായിട്ട് എന്തെങ്കിലും ബന്ധം വേണ്ട, നമുക്കൊന്ന് നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ട്. എന്ത് കഥയാണ്? ഒരു തുടക്കം വന്നു പോയി, അത് കഴിഞ്ഞിട്ട് വേറെ എവിടെ പോകുന്നു, അത് കഴിഞ്ഞ് വേറെ ഒരു വിദേശ രാജ്യം അങ്ങോട്ട് പോകുന്നു. എന്താണ് പറയുന്നത് ഒന്നും മനസ്സിലാവും. ഈ ജോർജ് ജോർജിനെയൊക്കെ പോലുള്ള ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ അദ്ദേഹത്തിനൊക്കെ ഇനി അത്രയും നല്ല ടാലന്റുള്ള നടന്മാരാണെന്ന് ആലോചിക്കണം. ഒരു പാൻ ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും നല്ല പ്രത്യേകത ഉണ്ട്? ഒന്നുമില്ല. അഭിനയമാണ് ഇവിടെ വേണ്ടത്. സിനിമ നടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിനയമാണ്. എല്ലാവർക്കും വന്നവർക്കും പോകുന്നവർക്കും നിന്നവർക്കും എല്ലാം അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് എത്രയോ നടന്മാരായിരുന്നു നമ്മളൊക്കെ. അങ്ങനെയല്ല, നടന്മാരാകുമ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി കാണിക്കണം. സിനിമയോടുള്ള സ്നേഹവും പാഷനും ഉണ്ടാവണം. കഥ നല്ല കഥ തിരഞ്ഞെടുക്കണം, നല്ല സിനിമ എടുക്കണം, അടിപൊളി പടം ആകണം, തുടരും. എന്ത് നല്ല സിനിമ, അതല്ലേ സിനിമ. അതാണ് കഥ, അതാണ് സിനിമ. അതുപോലത്തെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുണ്ടാവും. ജനങ്ങളെ ഇഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിവ്